നമസ്കാരം. ഇന്നത്തെ ഡീ ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷിണി ഉപയോഗം നിയന്ത്രിക്കണമെന്ന അഭിപ്രായത്തിന് പിന്തുണയേറുന്നു. മസ്ജിദുകളിലെ ഉച്ചഭാഷിണി ഉപയോഗം നിയന്ത്രിക്കണമെന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അഭിപ്രായത്തെ അനുകൂലിച്ച് കൂടുതൽ പേർ രംഗത്തെത്തി. മസ്ജിദുകളിൽ ബാങ്ക് വിളിക്കാനും അത്യാവശ്യ അറിയിപ്പുകൾക്കും മാത്രമേ ഉച്ചഭാഷിണി ഉപയോഗിക്കാവൂ എന്നാണ് കഴിഞ്ഞ ദിവസം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസ്താവന നടത്തിയത്. സുന്നി മഹല്ല് ഫെഡറേഷന്റെ തീരുമാനമായി ഈ അഭിപ്രായം മാറിയതോടെ സമസ്തയുടെ നിയന്ത്രണത്തിലുള്ള മസ്ജിദുകളിൽ ഇതൊരു നിർദ്ദേശം പോലെ നടപ്പിലായി തുടങ്ങി. പള്ളികളിൽ നിന്ന് പുറത്തേക്ക് വിടേണ്ട ആവശ്യമുള്ളല്ലോ. അപ്പം അല്ലാത്ത പല പ്രോഗ്രാമുകളും അമിതമായ ഉച്ചത്തിൽ വരുമ്പോൾ അത് ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം സൃഷ്ടിക്കും. ഒരിക്കലും മുസ്ലിങ്ങളുടെ ആരാധന അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കാൻ പാടില്ല. പിന്നെ ആരാധന എല്ലാ അർത്ഥത്തിലും ഒരു അച്ചടക്കവും ശാന്തതയും വേണ്ട ഒരു സംഗതിയാണ്. ക്ഷേത്രങ്ങളിലും ഉച്ചഭാഷിണികൾ നിയന്ത്രിക്കണമെന്ന അഭിപ്രായവും ഇതോടെ ഉയർന്നു. ഉച്ചഭാഷിണികൾ നിയമം മൂലം നിയന്ത്രിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം നിയന്ത്രിക്കുന്നതാണെന്നാണ് ദേവസ്വം ബോർഡുകളുടെയും ക്ഷേത്ര കമ്മിറ്റികളുടെയും അഭിപ്രായം. അത് ജനങ്ങൾക്ക് ഉപദ്രവകരമായ രീതിയിൽ വരുമ്പോൾ മാത്രമാണ് അതൊരു പ്രശ്നം. അതൊക്കെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാവുന്നതാണ്. അതിനൊരു നിയമനിർമ്മാണത്തിന്റെയോ ഒരു കർശന നിബന്ധനകളുടെയോ ഒന്നും ആവശ്യം വരും എന്നെനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഭക്തജനങ്ങൾ തന്നെ അതാത് പ്രദേശത്തെ ആളുകൾ സമവായത്തോടുകൂടി അതിനൊരു പരിഹാരം കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഉച്ചഭാഷിണി ഉപയോഗം സംബന്ധിച്ച് ഒറ്റപ്പെട്ട പരാതികൾ സംസ്ഥാനത്ത് ഉയരാറുണ്ടെങ്കിലും പൊതുതാൽപര്യം മുൻനിർത്തി മതനേതാക്കൾ തന്നെ സ്വയം നിയന്ത്രണത്തിന് തയ്യാറാകുന്നത് ഇതാദ്യമായാണ്. BK സുഹൈൽ, മീഡിയ 1, കോഴിക്കോട്. ആരാധനാലയങ്ങളിലും ആരാധനയ്ക്കും ഉച്ചഭാഷിണികൾ നിർബന്ധമാണോ? ഈ വിഷയമാണ് ഇന്ന് ഡീ ഫോക്കസ് വിശദമായി ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം മുസ്ലിം ലീഗ് നേതാവ് PK ഫിറോസ് കോട്ടയം സ്റ്റുഡിയോയിലെത്തും. എഴുത്തുകാരൻ MN കാരശ്ശേരിയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ആരാധനാലയങ്ങളിൽ നിന്നുള്ള ഉച്ചഭാഷിണി ഉപയോഗം അത് ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നതാണ് എന്ന് പൊതുവെ അഭിപ്രായമുണ്ടായിരുന്നുവെങ്കിലും അത് ഇതുവരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഹൈദരലി ശിഹാബ് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുകയും സുന്നി മഹലുകളിൽ അതൊരു തീരുമാനമായി നടപ്പിലാക്കി വന്നതോടുകൂടിയാണ് പൊതുസമൂഹത്തിലാകെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായത്. എത്രമാത്രം കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണിത്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്? യഥാർത്ഥത്തിൽ പള്ളികളിൽ നിന്ന് ജനങ്ങൾ അറിയേണ്ടത് സമയമാണ്. അതുകൊണ്ട് 5 നേരത്തെ ഏതാണ്ട് 2-3 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ബാങ്ക് മാത്രമേ ഉച്ചഭാഷണിയിൽ പുറത്തേക്ക് കേൾപ്പിക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം പള്ളിയുടെ അകത്ത് വരുന്നവർ കേൾക്കേണ്ടതാണ്. അത് വിശുദ്ധ ഖുർആന്റെ പാരായണമായാലും അവിടുത്തെ വെള്ളിയാഴ്ചയിലെ പ്രഭാഷണമായാലും സ്റ്റഡി ക്ലാസ്സുകളായാലും പ്രാർത്ഥനകളായാലും കീർത്തനങ്ങളായാലും പള്ളിക്കകത്ത് എത്തുന്നവർ മാത്രം കേൾക്കേണ്ട കാര്യമാണ്. അത് പുറത്തേക്ക് കേൾപ്പിക്കുന്നത് ഒരുപാട് ദോഷം ചെയ്യുന്നു. പ്രത്യേകിച്ചും ആരാധനാലയങ്ങൾ സമൂഹത്തിന് ആശ്വാസവും സമാധാനവും സ്വൈരവുമാണ് നൽകേണ്ടത്. അതിന് പകരം പള്ളികളിൽ നിന്ന് വലിയ ബഹളമുണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഉച്ചഭാഷണി ഉപയോഗിച്ചുകൊണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ പരിസരവാസികളായ ആളുകൾ, കച്ചവടക്കാർ, ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഏറെ ദോഷം ചെയ്യുന്നു. അതുകൊണ്ട് അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ആ കാര്യത്തിൽ രംഗത്ത് വന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയാണ് എന്നതുകൊണ്ട് തന്നെ, മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ മതസംഘടനയാണ് എന്നതുകൊണ്ട് തന്നെ അത് മുമ്പ് ഏത് ആളുകൾ ആവശ്യപ്പെട്ടതിനേക്കാളേറെ നടപ്പാക്കപ്പെടാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സ്വാഗതാർഹമായ പ്രയോഗവൽക്കരിക്കപ്പെടേണ്ട ഒരു ആശയമാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ മുന്നോട്ട് വച്ചിട്ടുള്ളത്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ MN കാരശ്ശേരി, വിശ്വാസികൾക്ക് ആശ്വാസമേകേണ്ട ആരാധനാലയങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഉച്ചത്തിലുള്ള ബാങ്ക് വിളികളും അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള പാട്ടുകളോ കീർത്തനങ്ങളോ ഒക്കെയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് വലിയ രീതിയിൽ ഇത്തരത്തിൽ ശബ്ദമലിനീകരണം ഉണ്ടാകുന്നുണ്ട് എന്ന് വിശ്വാസികൾക്കിടയിൽ പോലും അഭിപ്രായമുണ്ടായിരുന്നു. അതിപ്പോൾ വലിയ രീതിയിൽ പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടുമുണ്ട്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? പണ്ഡിതന്മാരുടെ ഈ നിലപാട് വളരെ മാതൃകാപരമാണ്. ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. ഞാൻ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. അമ്പലങ്ങളിൽ മണിക്കൂറുകൾ എന്ന നാമം തുടങ്ങിയുള്ള ആരാധനകളും ഇതേ തരത്തിൽ അവർ സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. കാരണം ഇപ്പോ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ബാങ്കും വാസ്തവത്തിൽ ഉച്ചഭാഷ വെച്ച് പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം എന്ന് വിചാരിച്ചാല് ക്ലോക്കും വാച്ചും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പത്തെ ഒരു ഏർപ്പാടാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്ന് എല്ലാവരുടെ കയ്യിലും വാച്ചുണ്ട്, വാച്ചില്ലാത്തവരുടെ കയ്യിൽ മൊബൈലുണ്ട്. എല്ലാ ഓഫീസുകളിലും വീടുകളിലും ഹോട്ടലുകളിലും ക്ലോക്ക് ഉണ്ട്. അപ്പൊ സമയം അറിയാൻ വേണ്ടി ഇന്ന് ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇപ്പോ 12:30 ഉച്ചയ്ക്ക് ലോഹർ നമസ്കാരം സമയമായി എന്ന് 12:30 ഈ ക്ലോക്കിലുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഈ ബാങ്കിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഒരു സ്ഥലത്ത് ഒരു പള്ളിയല്ല ഉള്ളൂ. ഒരു സുന്നി പള്ളി, ഒരു മുജാഹിദ് പള്ളി, ഒരു ജമാഅത്ത് പള്ളി, ഇങ്ങനെ. അപ്പൊ ഈ പള്ളികളിൽ നിന്നൊക്കെ 1 മിനിറ്റോ 1/2 മിനിറ്റോ വ്യത്യാസത്തിൽ ബാങ്ക് വരികയാണ്. അപ്പൊ ഈ 3 മിനിറ്റേ ഉള്ളൂ ബാങ്ക് എന്നാൽ തന്നെ അത് ഏതാണ്ട് ഒരു 5 മിനിറ്റ്. ഇപ്പൊ കോഴിക്കോട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും, ഒരേ സമയത്ത് ഇപ്പൊ പ്രസംഗങ്ങൾ നിർത്തുന്നു, ക്ലാസ്സുകൾ നിർത്തുന്നു. ഇതൊക്കെ ഒരു ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ബാങ്ക് പിന്നെയും വരികയാണ്. അപ്പൊ പള്ളികളുടെ എണ്ണം കൂടി, മൈക്ക് സെറ്റുകളുടെ എണ്ണം കൂടി. അപ്പൊ ബാങ്ക് കൊടുക്കുന്നത് പള്ളിക്കകത്ത് മാത്രം കേട്ടാൽ മതി, അത് ഉച്ചഭാഷയിൽ പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ഖുർആൻ പാരായണം, വെള്ളിയാഴ്ചത്തെ പ്രഭാഷണം, മറ്റ് കീർത്തനങ്ങൾ ഒന്നും പുറമേക്ക് വരേണ്ട ആവശ്യമില്ല. ഇത് മുസ്ലിം ദേവാലയങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദു ദേവാലയങ്ങൾക്കും ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും ഒക്കെ ബാധകമാക്കണം. കാരണം ശബ്ദമലിനീകരണം എന്ന് പറയുന്നത് ജാതിഭേദമില്ലാതെ മതഭേദമില്ലാതെ വിശ്വാസികളെയും അവിശ്വാസികളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ റോഡുകളിൽ വാഹനങ്ങളും പ്രകടനങ്ങളും ജാഥകളും പ്രസംഗങ്ങളും ഉണ്ടാക്കുന്ന ശബ്ദമലിനീകരണത്തിന്റെ കെടുതികൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യന്റെ കേൾവി ശക്തിയെയും ഓർമ്മശക്തിയെയും കാര്യഗ്രഹണ ശേഷിയെയും സ്വൈര്യത്തെയും ഒക്കെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതിലേക്ക് തങ്ങളുടെ വരി വേണ്ട എന്ന് മുസ്ലിം പണ്ഡിതന്മാർ വിചാരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. ബാങ്ക് കൂടി ഉച്ചഭാഷയിൽ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ദയവ് അവർ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. മുസ്ലിം ലീഗ് നേതാവ് പി കെ ഫിറോസ് കൂടിയുണ്ട് കോട്ടയം സ്റ്റുഡിയോയിൽ. ശ്രീ പി കെ ഫിറോസ്, സമാന രീതിയിലുള്ള ഒരു അഭിപ്രായം താങ്കൾ മുൻപ് ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ അതിന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നുയർന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർ തന്നെ ഇക്കാര്യത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ തീരുമാനത്തെ. പലയിടങ്ങളിലും അത് നടപ്പാക്കാൻ അവർ സന്നദ്ധമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷണികൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഒറ്റക്കെട്ടായ അഭിപ്രായം ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ താങ്കൾ എങ്ങനെ കാണുന്നു ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ചർച്ചയെ? അല്ല, വളരെ തികച്ചും സ്വാഗതാർഹമായ ഒരു നിലപാടാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്തെ ഏറ്റവും വലിയ സംഘടനയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ യോഗം ചേർന്ന് ഇത്തരമൊരു തീരുമാനമെടുത്തു എന്നുള്ളത് എല്ലാ കാലത്തും ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന തീരുമാനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം സാധാരണ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇത്തരത്തിലുള്ള ഉച്ചഭാഷണികളുടെ ഉപയോഗം അതാരുമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ളതാവട്ടെ, മതസംഘടനകളുടെ ഭാഗത്തു നിന്നുള്ളതാവട്ടെ, ആരുപയോഗിച്ചാലും പ്രത്യേകിച്ച് മനുഷ്യൻ സമാധാനത്തോടെ ഉറങ്ങുന്ന അർദ്ധരാത്രികളിൽ പോലും മൈക്കിൻ്റെ ദുരുപയോഗം കൊണ്ട് പല ബുദ്ധിമുട്ടുകളും പലർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ മൈക്കിൻ്റെ ഉപയോഗത്തെ നിയന്ത്രിക്കാൻ ഇലക്ഷൻ കമ്മീഷനൊക്കെ അതുപോലെ തന്നെ പോലീസും ഒക്കെ ശ്രമിക്കാറുണ്ടെങ്കിലും മതസംഘടനകളുടെ മൈക്ക് ഉപയോഗത്തെ ചോദ്യം ചെയ്യാൻ പലപ്പോഴും ഭയമാണ്. അത് കാരണം അതൊരു വികാരമാണ് പലർക്കും. മതം എന്ന് പറയുന്നത് ചിലർക്ക് വിശ്വാസമാണെങ്കിൽ മറ്റു പലർക്കും അതൊരു വികാരമായി കൊണ്ട് നടക്കുന്നവരാണ്. അതുകൊണ്ട് ഈ വികാരം വ്രണപ്പെടുമോ എന്ന ഭയമുള്ളത് കൊണ്ട് പലപ്പോഴും ഇതിനെ ചോദ്യം ചെയ്യാനോ ഇത് നിയന്ത്രിക്കണമെന്ന് പറയാനോ പലരും തയ്യാറാവാറില്ല. എന്നാൽ അവിടെ മതസംഘടനകൾ തന്നെ ഇത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തീരുമാനമെടുക്കുകയും അതുകൊണ്ട് അത് നിയന്ത്രിക്കണമെന്ന് തോന്നുകയും നിയന്ത്രിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്യുക എന്നുള്ളത് മാതൃകയാണ്. ഇത് എല്ലാവരും, എല്ലാ മതസംഘടനകളും വ്യത്യസ്ത മതങ്ങളുമൊക്കെ ഇത് മാതൃകയാക്കിക്കൊണ്ട് മുമ്പോട്ട് വന്നാൽ സന്തോഷകരമെന്ന് പറയട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട മാർക്ക് ക്രിസ്റ്റോസ്റ്റം മനോരമയിൽ തിരുമേനിയുടെ ഒരു ലേഖനം വന്നു. അദ്ദേഹം ഇതിനെ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഇതിന് അനുകൂലമായ ഒരു അഭിപ്രായം മീഡിയ വണ്ണിൽ തന്നെ രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ പൊതുസമൂഹം തന്നെ, പ്രത്യേകിച്ച് തങ്ങളെപ്പോലെയുള്ള ഒരാളുടെ ഒരു നിർദ്ദേശം വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യണം. വിശ്വാസികളുടെ ഭാഗത്തുനിന്നും വളരെ അനുകൂലമായിട്ടുള്ള അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. ഇതൊരു നല്ല സൂചനയാണ്. ഇതെല്ലാവരും രാഷ്ട്രീയ പാർട്ടികളും മാതൃകയാക്കട്ടെ എന്നാണ് എൻ്റെ പക്ഷം. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഇവിടെ നിയമമുണ്ട്, എൻവയോൺമെൻറ്റൽ ആക്ടിൻ്റെ നോയിസ് പൊല്യൂഷൻ കൺട്രോൾ റൂളുണ്ട്. 75 ഡെസിബലിൽ കൂടുതൽ, ഇപ്പോൾ രാത്രിയാണെങ്കിൽ 55 ഡെസിബലിൽ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നവർക്കെതിരെ 5 വർഷം തടവാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലും അടുത്തിരുന്ന് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 55 ഡെസിബലിൽ കൂടുതലാണ്. 55 ഡെസിബലിൽ കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത്
5 വർഷം തടവിന് വിധിക്കാവുന്ന കുറ്റകൃത്യമുള്ള ഒരു രാജ്യത്ത് അർദ്ധരാത്രിയിൽ പോലും മൈക്കിലൂടെ വളരെ ശബ്ദത്തിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പലർക്കും ഇത് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. ഏതായിരുന്നാലും ഇത് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൈറ്റ്, ഞാൻ താങ്കളെ തിരിച്ചു വരാം. ശ്രീ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഇത്തരത്തിൽ വലിയ രീതിയിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തിൽ അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും നേരത്തെ പി കെ ഫിറോസ് സൂചിപ്പിച്ചതുപോലെ വിശ്വാസികളെ ഏത് രീതിയിൽ അതിനോട് പ്രതികരിക്കും, ഇതിനോട് ഒരു എതിർപ്പ് പറഞ്ഞാൽ എന്നുള്ള ഒരു ഭയം പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും മുസ്ലിം പണ്ഡിതന്മാർ തന്നെ അക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു, അതിൽ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇതിന് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൂടെ? ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കാരശ്ശേരി പറഞ്ഞ ഒരു കാര്യം പരാമർശിക്കേണ്ടത്, അത് ആളുകളുടെ വശം വാച്ചും മൊബൈലും ഉള്ളതുകൊണ്ട് ബാങ്ക് പോലും മൈക്കയിൽ വേണ്ട എന്ന്. എപ്പോഴും ആളുകൾ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയില്ല, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയില്ല. അതുകൊണ്ട് നമസ്കാര സമയം അറിയുക എന്ന് പള്ളിയിലേക്ക് വരാൻ ആവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ബാങ്ക് മൈക്കയിൽ ഉച്ചഭാഷണിയിലാവാം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഉയർത്തപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അത് ധാരാളം പള്ളികൾ ഓരോ പ്രദേശത്തുമുണ്ട്. ആ പള്ളികളിൽ നിന്നെല്ലാം സ്വല്പ സമയവ്യത്യാസത്തോടു കൂടി ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ പ്രയാസം സൃഷ്ടിക്കുമെന്നാണ്. തീർച്ചയായും അത് ശരിയാണ്. അതിൻ്റെ യഥാർത്ഥ പരിഹാരം ഒരൊറ്റ പള്ളിയിൽ നിന്ന് മാത്രം ഒരു പ്രദേശത്ത് ബാങ്ക് കൊടുക്കുക എന്നതാണ്. അപ്പോൾ ചോദ്യം ഉയർന്നാം, ഏത് പള്ളിയിൽ നിന്നാണ് ബാങ്ക് കൊടുക്കുക എന്ന്. അത് വേണമെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മാസത്തിലൊരു പള്ളിയിൽ നിന്ന് എന്ന നിലയിൽ ഊഴം വെച്ചുകൊണ്ടാവാം, സമയപരമായ ഊഴം വെച്ചുകൊണ്ടാവാം. അതുകൊണ്ട് ഒരു പ്രദേശത്തെ ഒരു പള്ളിയിൽ നിന്ന് മാത്രം ബാങ്ക് കൊടുക്കുക എന്ന് വരുമ്പോൾ ഇത് ആളുകൾക്ക് പ്രയാസമില്ലാതെ വളരെ വേഗം പൂർത്തിയാവുന്ന ഒരു കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, സമയം അറിയാൻ മറ്റുള്ളവർക്കും അത് ഉപകരിക്കും എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ സമയം അറിയുവാൻ എപ്പോഴും വാച്ച് നോക്കാത്തൊരു സാഹചര്യത്തിൽ, ഫോൺ നോക്കാത്തൊരു സാഹചര്യത്തിൽ ബാങ്ക് ഉച്ചഭാഷണിയോടെ ഉണ്ടാകുന്നത് ഏറെ സൗകര്യപ്രദമാണ്. അതേസമയം ശബ്ദമലിനീകരണം എന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. പലപ്പോഴും മതം എന്നത് അതിൻ്റെ ശക്തിയും അതിൻ്റെ കഴിവും അതിൻ്റെ കരുത്തും പ്രകടിപ്പിക്കേണ്ടത് അത് ഒച്ച വെച്ചോ ശബ്ദമുണ്ടാക്കിയോ അല്ല. എന്നാൽ ഇപ്പോൾ പലപ്പോഴും ഭക്തി പ്രകടനം എന്നത് തെരുവുകളിൽ ഒച്ച വെച്ചും ബഹളമുണ്ടാക്കിയും ആവാറുണ്ട്. അപ്രകാരം തന്നെ പള്ളികളിൽ നിന്നും വലിയ ഉച്ചഭാഷണിയുടെ ആളുകളെ ശബ്ദത്തിലൂടെ പ്രയാസപ്പെടുത്താറുണ്ട്. ഇതിന് അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇക്കാര്യത്തിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ തെരുവുകളിൽ വെച്ച് നടക്കുന്ന പല പരിപാടികളും പരീക്ഷാകാലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു, ജോലി ചെയ്യുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ആരാധനാലയങ്ങളിൽ നിന്ന് ഉച്ചഭാഷ ഉപയോഗിക്കുന്നതിന് കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ വിലക്ക് പ്രായോഗികമായിരുന്നില്ല, നടപ്പാക്കപ്പെട്ടിരുന്നില്ല. കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ മതം പലരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമാണ്. ആ വിഷയങ്ങളിൽ പലപ്പോഴും ഭരണകൂടങ്ങൾക്കോ കോടതികൾക്കോ ശക്തമായി ഇടപെടാൻ കഴിയുകയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് മതസംഘടനകൾ തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത്. അതാണെങ്കിലോ ഈ കാര്യത്തിലുള്ള പ്രത്യേകത, അത് ഏറ്റവും വലിയ മതസംഘടന ഇങ്ങനൊരു തീരുമാനമെടുത്തു എന്ന് വരുമ്പോൾ അത് മറ്റ് മതസംഘടനകൾ സ്വാഭാവികമായും സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ പ്രയോഗവൽക്കരിക്കപ്പെടും. ഇതര മതസമൂഹങ്ങൾ കൂടി സ്വീകരിച്ചാൽ ആരാധനാലയങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ശല്യമുണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന ഉച്ചഭാഷണിയുടെ ഉപയോഗം, ശബ്ദ ശല്യം എന്ന പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ ഏറെ ഫലപ്രദവും ഏറെ ഗുണകരവുമാണ്. മതവിശ്വാസികൾ ഇതിനോട് അനുകൂലമായാണ് പ്രതികരിക്കുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോലും പലപ്പോഴും പ്രയാസമുണ്ടാക്കും. കാരണം ആരാധനാലയങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും ഒക്കെ പേരിങ്ങനെ ഉച്ചരിക്കുന്ന ആളുകൾക്ക് ശല്യമാകുമ്പോൾ അവർ ദൈവത്തെയും പ്രവാചകനെയും ശപിക്കുകയാണ് ചെയ്യുക. അത് സ്വൈരക്കേടായി മാറുകയാണ് ചെയ്യുക, ശല്യമായി മാറുകയാണ് ചെയ്യുക. മതം ഒരിക്കലും ജനങ്ങൾക്ക് ശല്യമോ ശാപമോ ആകാൻ പാടില്ല. ആ അർത്ഥത്തിൽ തന്നെ ഈ നിയന്ത്രണം ഏറെ അനിവാര്യമാണ്, ഫലപ്രദമാണ്. സ്വയം നിയന്ത്രണമാണ് നിയമപരമായ നിയന്ത്രണത്തെക്കാൾ ഏറ്റവും ഫലപ്രദം. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, പലപ്പോഴും നിയമങ്ങൾ ലംഘിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഓരോരുത്തരും സ്വയം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ, ആത്മനിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ, ഒരു സമൂഹം സ്വന്തം തന്നെ ഇച്ഛാശക്തി കൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അത് ഏറെ ഫലപ്രദമായിരിക്കും. അതാണ് ഇക്കാര്യത്തിലും പ്രായോഗികമായിട്ടുള്ളത്. കാരശ്ശേരി, മുസ്ലിം പള്ളികളിൽ നിന്നും മാത്രമല്ല അമ്പലങ്ങളിൽ നിന്നായാലും ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നുമായാലും ഒക്കെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ശബ്ദമലിനീകരണം ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നായാലും സംഘടനകളുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ വിശ്വാസത്തിന്റെ പേരിൽ പോലും ശബ്ദശല്യം ഉണ്ടായാൽ അത് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നിയമം മൂലം ഇതിനെ നിരോധിക്കുന്നതും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പകരം ഒരു സ്വയം നിയന്ത്രണമല്ലേ ഇതിനാവശ്യമായിട്ടുള്ളത്? അല്ലേ, ഇതെന്താന്ന് വിചാരിച്ചാല് മതക്കാരോട് ഒന്നും പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ പത്രപ്രവർത്തകർക്കോ ധൈര്യമില്ല. അതാണ് പ്രശ്നം. ഞാൻ വായിച്ചൊരു സംഭവം ഓർക്കുകയാണ്. മുഹമ്മദ്
അദ്ദേഹത്തിന്റെ സഹചരന്മാരും കൂടി യാത്ര പോകുമ്പോ ആ കൂട്ടത്തില് ആരോ ദൈവത്തെ വിളിച്ചൊരു കാലത്തെ കഥയാന്ന് ഓർക്കണം. ഇപ്പോ നബി ആ ഉച്ചത്തില് ദൈവത്തിന്റെ പേര് വിളിച്ച ആളോട് പറഞ്ഞു പതുക്കെ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ പതുക്കെ ആക്കാൻ കൂട്ടാക്കില്ല, രണ്ടാമതും പതുക്കെ വിളിക്കൂ എന്ന് പറഞ്ഞു. അതും കൂട്ടാക്കഴിഞ്ഞപ്പോ മൂന്നാമത് അദ്ദേഹം ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നീ ആരെയാണോ വിളിക്കുന്നത് അവൻ ബധിരനല്ല എന്ന് പറഞ്ഞു. അത് വളരെ പ്രസക്തമായ ഒരു പ്രസ്താവനയാണ്. ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ അത് എത്രയൊക്കെ വിളിച്ചാലും മതി എന്ന് മുഹമ്മദിനെ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ഉച്ചത്തിൽ വിളിച്ചപ്പോ പറഞ്ഞു പഠിപ്പിച്ചു. കാരണം മറ്റുള്ളവർക്ക് ശല്യമാവരുത് എന്ന് വിചാരിച്ചിട്ട്. അപ്പോ ബാങ്ക് കൊടുക്കുന്നത് പള്ളിക്കകത്ത് മതി, കാരണം സമയം അറിയാൻ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ല എന്ന് ഈ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞപ്പോ ആ തരം ഒരു റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. സ്വാമി സന്ദീപാനന്ദഗിരി അദ്ദേഹവും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സന്ദീപാനന്ദഗിരി, എല്ലാ മതസ്ഥരും ഒരുപോലെ സ്വാഗതം ചെയ്ത കാര്യമാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഉച്ചഭാഷിണികൾക്ക് നിയന്ത്രണം വേണം പള്ളികളിൽ എന്നുള്ള കാര്യം. പൊതുസമൂഹത്തിലാകെ അതിപ്പോൾ ചർച്ചയായിട്ടുമുണ്ട്. താങ്കൾ എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തെ? തീർച്ചയായിട്ടും ഹൈദരലി ശിഹാബ് തങ്ങളെ കുറിച്ച് വളരെ നല്ല വിശ്വാസവും അല്ലെങ്കിൽ നല്ല ഒരു ഇത് വെച്ച് പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം. വളരെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നു. റൈറ്റ്. ടെലിഫോണിന് എന്തോ തകരാറുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ പി കെ ഫിറോസ്, ഇത്തരത്തിലുള്ള തങ്ങളുടെ ഈ അഭിപ്രായത്തെ എല്ലാവരും പരക്കെ സ്വാഗതം ചെയ്യുമ്പോഴും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്. മതസംഘടനകൾ മാത്രം ഇത്തരത്തിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കാതിരുന്നാൽ തീരുന്ന പ്രശ്നമല്ല എന്നുള്ളത്. ഒരുപക്ഷെ ഇവരെക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ പരിപാടികൾ നടത്തുകയും മൈക്ക് ഉപയോഗിക്കുകയും ഉച്ചഭാഷിണികളും ഒക്കെ ചെയ്യുന്നത് രാഷ്ട്രീയ സംഘടനകളാണ്. ഒരുപക്ഷെ ഈ മതസംഘടനയേക്കാൾ കൂടുതൽ ഈ തീരുമാനം നടപ്പിലാക്കേണ്ടതും അത് പ്രാവർത്തികമാക്കേണ്ടതും ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയല്ലേ? തീർച്ചയായും ഇത് ശബ്ദശല്യം ഉണ്ടാക്കുന്നതിൽ എല്ലാവരും അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരും പങ്ക് വഹിക്കുന്നില്ല എന്നും മതസംഘടനകൾ മാത്രമാണ് ശബ്ദശല്യം ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് അഭിപ്രായമില്ല. മാത്രമല്ല, ഇപ്പം നമുക്കറിയാം എത്രയോ സ്ഥലങ്ങളിൽ മൈക്ക് പെർമിഷൻ ഇല്ലാതെ പരിപാടി നടത്തിയതിൻ്റെ പേരിലും അതുപോലെ തന്നെ സമയം കഴിഞ്ഞ് പരിപാടി രാത്രി 10 മണി കഴിഞ്ഞ് 10:05 ആയതിൻ്റെ പേരിൽ മൈക്കടക്കം എടുത്തുകൊണ്ടുപോയ എത്രയോ സംഭവങ്ങൾ ഇലക്ഷൻ സമയത്ത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ പറയുന്ന ഇലക്ഷൻ കമ്മീഷനൊക്കെ വളരെ ശക്തമായി ഇടപെടാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ. എന്നാലും ഇനിയും രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകളുടെ ഈ ചുവട് പിടിച്ച്, പ്രത്യേകിച്ച് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഈ അഭിപ്രായവും നിർദ്ദേശവും ആഹ്വാനവും ചുവട് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും മറ്റു മതങ്ങളും ഒക്കെ ഇത് ഏറ്റെടുക്കണം എന്നാണ്. ഇപ്പം ബഹുമാനപ്പെട്ട എം എൻ കാരശ്ശേരി ഇവിടെ പറഞ്ഞു, ഇസ്ലാം മതത്തിനകത്ത് പ്രവാചകന്റെ ഒരു നിർദ്ദേശം. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ചൊരു കഥയുണ്ട്. ഭഗത് കി ഗദ് എന്നാണ് ആ കഥയുടെ പേര്. ഭഗത്ത് അമ്പലങ്ങളിൽ എല്ലാ ദിവസവും രാത്രി ദൈവത്തിന്റെ സ്തുതിഗീതങ്ങൾ ഇങ്ങനെ മൈക്കിലൂടെ ഉച്ചഭാഷണി ഉപയോഗിച്ച് ചെല്ലുന്ന ഒരാളായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് നരകത്തിലാണ് സ്ഥാനം എന്ന്. അപ്പോൾ ഭഗത്ത് ചോദിച്ചു, ഞാൻ എല്ലാ ദിവസവും രാത്രി മൈക്കിലൂടെ ഇങ്ങനെ ദൈവത്തിന്റെ സ്തുതിഗീതങ്ങൾ ചൊല്ലിയിട്ടും എനിക്ക് നരകമാണോ? അപ്പോൾ ദൈവം പറഞ്ഞു, നീ രണ്ടുപേരുടെ മരണത്തിന് ഉത്തരവാദിയാണ്. ഭഗത്ത് പറഞ്ഞു, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന്. അപ്പോൾ ദൈവം പറയാണ്, നീ മൈക്കിലൂടെ ഇങ്ങനെ ഈ ദൈവത്തിന്റെ സ്തുതിഗീതങ്ങൾ ചൊല്ലിയിട്ട് ശബ്ദശല്യം കാരണം ഒരു രോഗിയായ ഒരു വൃദ്ധ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ പഠിക്കാൻ കഴിയാതെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ 2 മരണത്തിന്റെ ഉത്തരവാദി നീ ആയതുകൊണ്ട്, നിന്റെ ശബ്ദശല്യം കാരണമായതുകൊണ്ട് നിനക്ക് നരകമാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ഹിന്ദിയിൽ വന്നൊരു കഥയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ മതങ്ങളും, അത് ഹിന്ദു മതമാകട്ടെ, ക്രിസ്തു മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, പള്ളിയിൽ ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരാൾ ഉറങ്ങുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ അയാൾ ഉറക്ക് ശല്യപ്പെടുത്തുന്ന രീതിയിൽ നീ ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ്. അതായത് ഉറങ്ങുന്നതിനേക്കാൾ, ഈ ഖുർആൻ ഓതുന്നതിനേക്കാളും വലിയ മഹത്തായ കാര്യമല്ല ഉറക്കം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഉറങ്ങുന്ന ആളുടെ ആ ഉറക്കത്തെ പോലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അപ്പോൾ ആ രീതിയിൽ മതങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് നന്മ ചെയ്യാനും ജനങ്ങൾക്ക് സേവനം ചെയ്യാനും ഒക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അത് ഒരു കാരണവശാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകരുത്. ഇപ്പോൾ സമീപകാലത്ത് ആലുവയിലെ ഒരു കോടതി വിധി, ആലുവയിൽ വന്ന ഒരു പൊതുയോഗവുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കോടതി വിധിയുണ്ട്. പൊതുസ്ഥലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പരിപാടികൾ നടത്താൻ പാടില്ല. വാഹന ഗതാഗത തടസ്സം, അതുപോലെ തന്നെ ശബ്ദശല്യം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഉത്തരവ് വന്നത്. അതുകൊണ്ട് ഇപ്പോൾ പൊതുസ്ഥലത്തൊന്നും പരിപാടി നടത്താൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള റെഗുലേഷനും ഇടപെടലുകളും ഒക്കെ കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവാറുണ്ട്. കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
സ്വാമി സന്ദീപാനന്ദഗിരി അദ്ദേഹം ടെലിഫോൺ ലൈനിലെത്തിയിട്ടുണ്ട്. സ്വാമി സന്ദീപാനന്ദഗിരി, നമ്മുടെ നാട്ടിൽ മുസ്ലിം പള്ളികൾ മാത്രമല്ല അമ്പലങ്ങളായാലും ക്രിസ്തീയ ദേവാലയങ്ങളായാലും ഒട്ടും പിന്നിലല്ല ഇത്തരത്തിൽ ശബ്ദശല്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ. അത് വലിയ അലോസരം ഉണ്ടാക്കുന്നു ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് പോലും എന്നുള്ള ഒരു ചർച്ച വരുന്നതിനിടയിൽ തന്നെയാണ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവും അഭിപ്രായം ഉണ്ടാവുകയും സമൂഹത്തിൽ അത് വലിയ ചർച്ചയാവുകയും ചെയ്യുന്നത്. എത്രമാത്രം പ്രസക്തമായ കാര്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം? അതെ, തീർച്ചയായിട്ടും ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഈ ഒരു പ്രസ്താവനയെ, അഭിപ്രായത്തെ നമ്മൾ 100% സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മാത്രമല്ല, ഇതിലൂടെ അദ്ദേഹം കേരളത്തിൽ ഒരു നവീകരണത്തിന്, അത് കേവലം ഇസ്ലാം മതത്തിന്റെ നവീകരണം മാത്രമല്ല, ഒരു ശുദ്ധീകരണത്തിന്, അതിലൂടെ ഇത്തരം അനാചാരങ്ങളെ സമൂഹത്തിന് വലിയ വിപത്തായി കൊണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ സ്വസ്ഥമായി വീട്ടിൽ റൈറ്റ്, ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ട്. ശ്രീ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, താങ്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നിലധികം സംഘടനകളുടെ പള്ളികളുണ്ടെങ്കിൽ അവിടെ ഒന്നിടവട്ട സമയങ്ങളിലാണ് പലപ്പോഴും ബാങ്ക് വിളികൾ ഉണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഏകീകരണം ഉണ്ടായാൽ ഒരു പരിധിവരെ ഇപ്പോൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ശബ്ദ മലിനീകരണത്തിന് ഒരു അറുതി വരുത്താൻ കഴിയില്ല. തീർച്ചയായും യഥാർത്ഥത്തിൽ മതം കാരുണ്യമാണ്. പ്രവാചകനെ ഖുർആൻ പരിചയപ്പെടുത്തിയ തന്നെ കാരുണ്യത്തിനെയും അനുഗ്രഹത്തിനെയും പ്രവാചകനായാണ്. ആരാധനകൾ പോലും മനുഷ്യ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്ന വിധമാകണമെന്നാണ്. 10,000-കണക്കാണ് ആളുകൾക്ക് നേതൃത്വം നൽകി നമസ്കാരം നിർവഹിക്കുമ്പോൾ ഒരു കുട്ടി നിർത്താതെ കരഞ്ഞാൽ നമസ്കാരം ലഘൂകരിക്കണം, ചുരുക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. അതിന് പറഞ്ഞ കാരണം ആ കുട്ടി കരഞ്ഞ് മരിക്കുമെന്നല്ല, ആ കുട്ടിയുടെ മാതാവിൻ്റെ മനസ്സിൽ പ്രയാസമുണ്ടാവുമെന്നതാണ്. അപ്പോൾ ദൈവത്തോട് നടത്തുന്ന ആരാധനാകർമ്മങ്ങൾ പോലും മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും പള്ളികളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശബ്ദം ജനങ്ങളുടെ സ്വൈരവും അവരുടെ സമാധാനവും കെട്ടുന്ന ആവരുത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. പ്രത്യേകിച്ച് ഇന്ന് അത് ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കാറുള്ളത് പ്രഭാതത്തിന് മുമ്പാണ്. ആളുകൾ സ്വൈരമായി ഉറങ്ങുമ്പോൾ മുസ്ലിം പള്ളികളിൽ നിന്ന് ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് പലപ്പോഴും കീർത്തനങ്ങളുമൊക്കെ പുറത്തേക്ക് വരുന്നത് കൊണ്ട് അത് ഉറങ്ങുന്നവർക്ക് ശല്യം ചെയ്യുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ, പരിസരവാസികൾക്ക് വലിയ പ്രയാസമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒരു പ്രദേശത്ത് ഒന്നിലേറെ പള്ളികളുണ്ടെങ്കിൽ പള്ളിയിലെ ബാങ്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമയം അറിയിക്കാനാണ്. അതുകൊണ്ട് ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പറയുമ്പോൾ ഏത് പള്ളി എന്ന ഒരു തർക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം വ്യത്യസ്തങ്ങളായ മതസംഘടനകൾ ഉണ്ടായിരിക്കെ അതിനൊരു പരിഹാരം ഓരോ പ്രദേശവാസികളും കൂടിയാലോചിച്ചുകൊണ്ട് കണ്ടെത്തേണ്ടതാണ്. ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു സമയമാക്കാം ഒരു പള്ളിയിൽ നിന്ന്, അല്ലെങ്കിൽ ദിവസമാക്കാം. ഏതായിരുന്നാലും ശരി, അത് സമുദായത്തിന് മൊത്തം നേതൃത്വം സംസ്ഥാന തലത്തിൽ കൂടിയാലോചിച്ചും ഓരോ പ്രദേശങ്ങൾ പ്രാദേശിക തലത്തിലും കൂടിയാലോചിച്ചുകൊണ്ടൊരു പരിഹാരം ഇതിന് കാണേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒന്നിച്ചൊരേ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അക്ഷരങ്ങളോ വാക്കുകളോ ഒരിക്കലും വ്യക്തമാവുകയില്ല, അത് വലിയ ബഹളമായിരിക്കും. അതേസമയം വ്യത്യസ്ത സമയങ്ങളാണെങ്കിൽ അത് പരിസരവാസികൾക്ക് വലിയ പ്രയാസവും സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഏത് കാരണവശാലും ഒരു പ്രദേശത്ത് നിന്ന് ഒരു പള്ളിയിൽ മാത്രം ഉച്ചഭാഷണിയിൽ ബാങ്ക് കൊടുക്കുക എന്ന അവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു പരിഹാരവും കൂടിയാണത്. പലപ്പോഴും പരസ്പര മാത്സര്യത്തിനുള്ള ഒരു അറുതി വരുത്താൻ കൂടി അത് കാരണമായി തീരും എന്നതാണ് യഥാർത്ഥ സ്ഥിതി. റൈറ്റ്, വ്യക്തമാണ്. എന്തായാലും ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന, ആരാധനാ കേന്ദ്രങ്ങളിൽ ഉച്ചഭാഷണികൾക്ക് നിയന്ത്രണം വേണമെന്ന പ്രസ്താവന പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടു. എല്ലാ മതസ്ഥരും ഒരുപോലെ തന്നെ ഇക്കാര്യം സ്വാഗതം ചെയ്യുന്നു. ഇനി ഇത് ഏതു രീതിയിൽ നടപ്പാക്കുന്നു എന്നിടത്താണ് കാര്യം. അതാണ് ഇനി കാണേണ്ടതും. വളരെയധികം നന്ദി ശ്രീ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, PK ഫിറോസ്, MN കാരശ്ശേരി, സ്വാമി സന്ദീപാനന്ദഗിരി ഡി ഫോക്കസിൽ പങ്കെടുത്തത്. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.